കുറച്ച് സമയം കുറച്ചേ ഓതാനുള്ളൂ. അതുകൊണ്ട് തന്നെ കൈക്കോട്ട് ഉസ്താദിന്റെ ക്ലാസ് കൊണ്ട് 10 മിനിറ്റ് താമസിച്ചു എന്നുള്ള വേജാറ് നമുക്കില്ല. ഇന്ന് തയമ്മത്തിനെ പറ്റി മാത്രം ഓതാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതാണെങ്കിൽ ഫത്ഹുൽ മുഈനിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ചെറിയൊരു വിവരണം എന്ന നിലക്ക് ഹാഷ്യക്കാര് പറഞ്ഞ ഒരല്പ വിവരണത്തോടു കൂടി തയമ്മമിനെ പിന്നെ മനസ്സിലാക്കണം. ആദ്യം ഫത്ഹുൽ മുഈൻ മാത്രം ഓതുന്നുള്ളൂ. അത് ഓതിക്കഴിഞ്ഞിട്ട് അതിന് വ്യാഖ്യാതാക്കൾ കൊടുത്ത ചെറിയ വിശദീകരണത്തോടു കൂടി അതൊന്ന് പരിചയപ്പെടണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് കുറഞ്ഞ സമയം മതി, കുറഞ്ഞ വരികളേ ഉള്ളൂ. ഓട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. തത്തിമ്മത്തുൻ, വുദൂഇന്റെ ബാബ് പൂർത്തീകരിക്കുന്ന ഒരു പൂർത്തീകരണമായിട്ടാണ് മഹാനവറുകൾ പറയുന്നത്. കാരണം വുദൂഇന് പകരം വുദൂ ചെയ്യാൻ പറ്റാത്ത പ്രത്യേക സാഹചര്യങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തായതുകൊണ്ടാണ് തയമ്മത്തിനെ വുദൂഇന്റെ ബാബിന്റെ അവസാനത്തിൽ പറഞ്ഞത്. മറ്റ് ചില മഹാന്മാരായ ഇമാമിയങ്ങള് വുദൂഉം കുളിയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് തയമ്മം പറയല്. അതിലും ന്യായമുണ്ട്. കാരണം വുദൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിനു പകരം തയമ്മം ചെയ്യുന്നത് പോലെ തന്നെ വുജൂബായ കുളി നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിന് പകരവും തയമ്മം ചെയ്യും. അപ്പോ രണ്ടിടത്തിലും പറയാൻ സാധ്യതയുണ്ട്, ബന്ധമുണ്ട്. അപ്പൊ ചിലപ്പോ ഇവിടെ ഇപ്പൊ വുദൂവിന്റെ പൂർത്തീകരണം എന്നുള്ളവർക്ക് അവിടെ പറഞ്ഞു നൽകണം. മറ്റു ചിലർ വുദൂവും കുളിയും പറഞ്ഞിട്ട് അതിന്റെ രണ്ടിന്റെയും കൂടി പൂർത്തീകരണം എന്നുള്ളവർക്ക് താഴെ പറയും. ഏതായാലും തയമ്മം രണ്ടിന് പകരവും ചെയ്യാം. കുളിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാലും വുദൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നാലും രണ്ടിനും തയമ്മം തന്നെയാണ്. തയമ്മത്തിന്റെ രീതി രണ്ടും ഒരേ നിലക്ക് തന്നെയാണ്. ജനാബത്തിൽ നിന്ന് ശുദ്ധിയാകാനോ, ഹൈറിന്റെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനോ, നിഫാസിന്റെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനോ ഒക്കെ ചെയ്യുന്ന തയമ്മം, വുദൂ ഇല്ലാത്തവര് വുദൂവിന് വേണ്ടി ചെയ്യുന്ന തയമ്മവും രണ്ടും നിയ്യത്തിലോ അതുപോലെ തന്നെ പ്രവൃത്തികളിലോ ഒന്നും മാറ്റില്ല. ഒക്കെ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് തന്നെയാണ്. ആ ഭാഗത്തേക്ക് വരാം ഇൻഷാ അല്ലാഹ്. യതയമ്മമു അനിൽ ഹദസൈനി, യതയമ്മമു എന്ന് പറഞ്ഞാൽ ഒരാള് തയമ്മം ചെയ്യണം. ആരൊരാള് വുദൂ ചെയ്യാൻ നേരത്തെ ആർക്കാ പറഞ്ഞ്? ആ പറഞ്ഞ ആള്. അനിൽ ഹദസൈനി, ചെറിയ ശുദ്ധിയെ തൊട്ടും വലിയ ശുദ്ധിയെ തൊട്ടും ശുദ്ധിയാകാൻ വേണ്ടി. കണ്ടോ, അപ്പോ ഇവിടെ വുദൂവിന്റെ അവസാനത്തിലാണ് പറയുന്നതെങ്കിലും രണ്ടും ഒരേ രീതി ആയതുകൊണ്ട് തന്നെ ഒന്നിച്ച് പറയുന്നത്. ഹദസൈനി അതെ ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയും രണ്ടിനെ തൊട്ടും ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് തയമ്മം ചെയ്യണം. എന്തിനു വേണ്ടി തയമ്മം വെള്ളമില്ല? കുളിക്കേണ്ടത് വെള്ളം കൊണ്ടാണല്ലോ, അതിന് വെള്ളമില്ല. ഉള്ള വെള്ളം വുദൂവിന് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതല്ലെങ്കിൽ ഉള്ള വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇങ്ങനെ വെള്ളമില്ലാത്തത് കൊണ്ടോ ഉള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളത് കൊണ്ടോ ചെറുതും വലുതുമായ അശുദ്ധിക്ക് വേണ്ടി തയമ്മം ചെയ്യണം. തയമ്മം ചെയ്യൽ എപ്പോഴൊക്കെയാണ് ഞാൻ പറയുന്നത്? ഒരു പക്ഷേ വെള്ളമില്ലാത്തത് കൊണ്ട്. വെള്ളമില്ലാതിരിക്കാതെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഹിസ്സൻ വെള്ളമില്ലാതിരിക്കുക, എന്നാൽ ബാഹ്യമായി യഥാർത്ഥത്തിൽ തന്നെ വെള്ളം ഇല്ല. യാത്രാ സന്ദർഭങ്ങളിലും മറ്റുമൊക്കെ ചിലപ്പോൾ വെള്ളം, സ്റ്റോക്ക് ചെയ്ത വെള്ളം തീരുകയും പരിസരങ്ങളിൽ എവിടെയും വെള്ളമില്ലാത്ത വല്ല മരുപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം വന്നു. അപ്പൊ യഥാർത്ഥത്തിൽ തന്നെ വെള്ളം ഇല്ല. അതല്ലെങ്കിൽ വെള്ളമുണ്ട്, പക്ഷേ ശർഈയായ കാരണങ്ങളാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഹിസ്സൻ എന്ന് പറഞ്ഞാൽ. പിന്നെ രണ്ടാമത് ശറഅൻ ഫഖദ് എന്ന് പറഞ്ഞാൽ വെള്ളം അവിടെ ഇഷ്ടംപോലെ ഉണ്ട്, അത് കുടിക്കാൻ വേണ്ടി വഖഫ് ചെയ്തതോ മുസബ്ബലത്തോ ആയ വെള്ളമാ. ആ വെള്ളം കൊണ്ട് വുദൂ ചെയ്യാനും കുളിക്കാനും പറ്റൂല, വേറെ വെള്ളം എവിടെയും കിട്ടാനില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം കുടിക്കൂലി. എന്നാൽ അവിടെ തയമ്മം ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഇവിടെ ബാഹ്യമായിട്ട് വെള്ളമുണ്ട്, പക്ഷെ ശറഅൻ വെള്ളം ഇല്ല. ഇനി അങ്ങനെയല്ല,
വഖഫ് ചെയ്ത വെള്ളമൊന്നുമല്ല, ഇവന്റെ കയ്യിൽ സ്റ്റോക്കുള്ള വെള്ളം തന്നെയാണ്. പക്ഷേ ഈ വെള്ളം ജീവൻ രക്ഷിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി കുടിക്കാനുള്ള വെള്ളം. ഈ വെള്ളം ഉപയോഗിച്ചപ്പോൾ അവന് ഉദു കൊടുക്കാതെ കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെ വന്നാൽ തനിക്കോ തന്റെ കൂടെയുള്ള മഹത്തറമായ ഏതെങ്കിലും ജീവികൾക്കോ വെള്ളമില്ലാത്തതിന്റെ പേരിൽ ജീവനാശം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് കുടിക്കാൻ ഉപയോഗിക്കേണ്ട വെള്ളമാണ്. എന്നാൽ അവിടെ ശറഅൻ വെള്ളമില്ല എന്നും ഹിസ്സനുണ്ട് കേട്ടോ. അപ്പൊ വെള്ളം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് രണ്ട് നിലക്ക്. ഒന്ന് ഹിസ്സൻ എന്ന് പറഞ്ഞാൽ ബാഹ്യമായി തന്നെ വെള്ളമില്ല. രണ്ടാമത്തത് ബാഹ്യമായി വെള്ളം ഉണ്ടെങ്കിലും ശറഅൻ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ട്, ഉള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നർത്ഥം. ശറഇൽ ഹറാമായതാണ്. കുടിക്കേണ്ട ജീവൻ രക്ഷിക്കേണ്ട വെള്ളം കൊണ്ട് ഉദു കൊടുക്കൽ ഹറാമാണ്. കുടിക്കാൻ വേണ്ടിയിട്ട് മൗഖൂഫത്തായതോ മുസബ്ബലത്തോ ആയതോ വെള്ളം കൊണ്ട് ഉദു കൊടുക്കലും കുളിക്കലും ഹറാമാണ്. അപ്പൊ ഇത് ശറഅൻ ആണ് ഇല്ല. അങ്ങനെ ശറഅൻ നിലക്കോ ഹിസ്സൻ നിലക്കോ വെള്ളമില്ലാതിരുന്നാൽ ഉദുവിന് പകരവും കുളിക്ക് പകരവും തയമ്മം ചെയ്യും. ഇനി മൂന്നാമത്തത് ഔ ഖൗഫി മഹ്സൂരിൻ മിൻ ഇസ്തിമാലിഹി. അത് മൂന്നാമത്തായിട്ടൊന്ന് എണ്ണും ചെയ്യാ. അല്ല, ചില ഇമാമിയങ്ങള് ഫഖ്ദുൽ മാ എന്ന് പറഞ്ഞതിൽ അത് തന്നെ പഠിച്ചിരുന്നു. എന്താ ശറഅൻ ഫഖ്ദിന്റെ കൂട്ടത്തിൽ പെട്ടതാണ്. ബാഹ്യമായി വെള്ളമുണ്ട്, പക്ഷേ ശറഇന്റെ വീക്ഷണത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം. അതിന് വേണ്ടെങ്കിൽ ഇവിടെ മൂന്നാമത്തൊന്ന് വേറെ രണ്ടെണ്ണം പറഞ്ഞത് ഇല്ലായിക എന്ന് പറഞ്ഞത് രണ്ടും, പിന്നെ ഉള്ളത് ഉപയോഗിക്കുന്നത് അപകട ഭീഷണി. ഔ ഖൗഫി മഹ്സൂരിൻ മിൻ ഇസ്തിമാലിഹി. വെള്ളമുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കുന്നതിനാൽ വല്ല അപകടങ്ങളും ഭയപ്പെടുന്നു. മഹ്സൂർ എന്ന് പറഞ്ഞാൽ പേടിക്കപ്പെടുന്ന വല്ല കാര്യങ്ങളും. എന്നാൽ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അവയവം തന്നെ നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഒരു അവയവത്തിന്റെ ഉപയോഗം നഷ്ടപ്പെട്ടു പോവുക, അതല്ലെങ്കിൽ ബാഹ്യ അവയവങ്ങളിൽ വികൃതമായ വല്ല കലയും അടയാളവും അവശേഷിക്കാൻ ഇടവരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മഹ്സൂർ, പേടിക്കപ്പെടുന്ന കാര്യങ്ങൾ. അങ്ങനെയുള്ള മഹ്സൂറിനെ പേടിക്കുന്ന സാഹചര്യം വെള്ളമുണ്ട്. ഉദാഹരണം, ഒരു കണ്ണ് രോഗിയാണ്. അയാൾക്കിപ്പോ മുഖത്ത് വെള്ളം പാർന്നാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും എന്ന് വിദഗ്ധനായ ഒരു ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ഈ രോഗം മാറുന്നതുവരെ വെള്ളം പയിക്കാൻ പാടില്ല മുഖത്ത്. വെള്ളമുണ്ട്, പക്ഷെ അയാളുടെ കണ്ണിന്റെ കാഴ്ച പോയി പോവും. അതല്ലെങ്കിൽ തീപ്പൊള്ളലേറ്റിരിക്കുകയാണ്, അതിന് പ്രത്യേക തരത്തിലുള്ള മരുന്ന് ഉപയോഗിക്കുകയാണ്. അപ്പോ മുഖത്തും കയ്യിലും ഒക്കെ ഉണ്ട് തീപ്പൊള്ളിയിട്ട്. അങ്ങനെ പ്രത്യക്ഷമായി ഈ അവയവങ്ങളിൽ വെള്ളം ഉപയോഗിച്ചു മാറും. വെള്ളപ്പാട് പോലത്തെ ഒരു പാട് വരും എന്ന് ഡോക്ടർ പറഞ്ഞു. അതല്ലെങ്കിൽ തനിക്ക് തന്നെ അനുഭവത്തിലൂടെ അറിയാം. ഈ സാഹചര്യത്തിൽ അവിടെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. വെള്ളം ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ള വെള്ളം ഉപയോഗിച്ചാൽ അപകടം വരും എന്നതുകൊണ്ടാണ്. ഇങ്ങനെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത വല്ല രോഗവും കാരണം ഉപയോഗിച്ചാൽ രോഗം കൂടുമെന്നോ, രോഗം ശിഫയാകാൻ സമയം കൂടുമെന്നോ, അതല്ലെങ്കിൽ അവയവത്തിന്റെ ഉപയോഗമോ നഷ്ടപ്പെടുമെന്നോ, അല്ലെങ്കിൽ ബാഹ്യ അവയവത്തിൽ വികൃതമായ വല്ല കലകളും ഉണ്ടാകുമെന്നോ ഒക്കെ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ വെള്ളം ഉണ്ടെങ്കിലും അവിടെയും എന്താക്കാൻ വേണ്ടത്? തയമ്മം ചെയ്യാണ് വേണ്ടത്. എന്തുകൊണ്ട് തയമ്മം ചെയ്യണം? യതയമ്മമു അനിൽ ഹദസൈനി എന്ന് പറഞ്ഞില്ലേ, ചെറുതും വലുതുമായ അശുദ്ധിക്ക് വേണ്ടിയിട്ട് തയമ്മം ചെയ്യണം. എന്തുകൊണ്ട്? ബിതുറാബിൻ, മണ്ണ് കൊണ്ട് തയമ്മം ചെയ്യണം. മണ്ണ് തന്നെ ആയിക്കോളണം. എങ്ങനത്തെ മണ്ണാവണം? തൊഹൂരിൻ, തൊഹൂറായ മണ്ണ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശുദ്ധി ഉള്ളതാ. മനസ്സിലായില്ലേ? സ്വന്തം ശുദ്ധി ഉള്ളതാണ്. അതോടുകൂടി മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും ആവണം. എന്ന് പറഞ്ഞാൽ എന്താ? നജസ് കൊണ്ട് മുത്തനജിസായതാവാൻ പാടില്ല. പിന്നെ ഫർദിൽ ഉപയോഗിച്ച മണ്ണാകാൻ പാടില്ല, അഥവാ മുസ്താമലാകാനും പാടില്ല എന്നർത്ഥം. അപ്പോഴേ തൊഹൂറാവുള്ളൂ. അപ്പൊ ചിലവർ അങ്ങനെ തന്നെ എണ്ണി വേറിച്ച് തന്നെ പറഞ്ഞാണ്. ഇവിടെ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ തൊഹൂർ എന്ന് പറഞ്ഞാൽ ഈ രണ്ടും വരും. അയക്കൂന തുറാബു ത്വാഹിറൻ എന്നാണ് സാധാരണ ഇമാമിങ്ങൾ പറയാ. മണ്ണ് ത്വാഹിറായിരിക്കണം. തന്നെയല്ല, മണ്ണല്ലാത്ത മറ്റു വസ്തുക്കൾ, ഉദാഹരണം ചുണ്ണാമ്പ്, സിമന്റ് തുടങ്ങിയ മണ്ണല്ലാത്ത മറ്റു വസ്തുക്കൾ അല്ലെങ്കിൽ പൊടി പോലത്തത് കലർന്നുകൊണ്ട് മണ്ണ് കൂടിക്കലരാൻ പാടില്ല. ഹാലിസായ മണ്ണാവണം എന്ന് പറയും. അപ്പോ ഹാലിസായ മണ്ണ്
നജസില്ലാത്ത ത്വാഹിറായ മണ്ണ്, ഫർള് ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത മുസ്തഅമലല്ലാത്ത മണ്ണ്, അതാണ് തുഹൂറ് പറഞ്ഞത്, തുഹൂറായ മണ്ണ്. ഇതിനൊക്കെ അതിന്റെ പുറമേ എന്തുകൂടി വേണം? ലഹു ഗുബാറുൻ, പൊടിയും കൂടി വേണം. മുഴുവൻ പൊടിയായിക്കൊള്ളണമെന്നില്ല കേട്ടോ. മണ്ണിന്റെ കൂട്ടത്തിൽ കൈ ഒന്ന് ശക്തിയായിട്ട് അമർത്തി ഇങ്ങനെ വെച്ചാൽ അതിനാ മണ്ണ് അടിക്കാറിന്. അടിച്ചാൽ അല്പമെങ്കിലും കയ്യിൽ പറ്റിപ്പിടിക്കുന്ന തരത്തിൽ പൊടി വേണമെന്ന്. അതാ. അപ്പോ കയ്യിൽ പറ്റിപ്പിടിക്കാൻ പറ്റുന്ന പൊടിയുള്ള ഫർളുൽ മുസ്തഅമലല്ലാത്ത മറ്റു വസ്തുക്കളൊന്നും കൂടിക്കലർന്നിട്ടില്ലാത്ത ത്വാഹിറായ മണ്ണുകൊണ്ടാണ് തയമ്മം ചെയ്യേണ്ടത്. ബാക്കി വിശദീകരണങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഹശിയിൽ വരും. അർക്കാനുഹു, തയമ്മുമിന്റെ ഫർളുകൾ, അതിന്റെ റുക്നുകൾ. നിയ്യത്തു ഇസ്തിബാഹത്തി സ്വലാത്തി, നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് പോരാ, അൽ മഫ്റൂദത്തി കൂട്ടി പറയണം. ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ ഹലാലാക്കുന്നു പോലെയുള്ള നിയ്യത്ത്, അത് തന്നെയെന്നല്ല, അതുപോലെയുള്ള നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ തവാഫ് ചെയ്യാൻ, ഫർളായ തവാഫ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എന്നാ ഫർളാക്കപ്പെട്ട തവാഫ് ഹലാലാക്കുന്നു എന്ന് കരുതുക. അതല്ലെങ്കിൽ മുസ്ഹഫ് തൊടുകയും ചുമക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ട് മുസ്ഹഫ് തൊടലും ചുമക്കലും ഹലാലാക്കുന്നു എന്ന് നിൽക്ക്. ഇങ്ങനെ വുജൂബായ കാര്യങ്ങൾ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. എന്നാൽ അതിനെ ക്രമം വ്യത്യാസമുണ്ട്. അതൊക്കെ പിന്നീട് ഹശീൽ വിശദമായിട്ട് വരും ഇൻഷാ അല്ലാഹ്. അതായത് ചെറിയ ശുദ്ധിയെ ഉയർത്തുന്നു അല്ലെങ്കിൽ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്നിങ്ങനെ നിയ്യത്ത് ചെയ്താൽ പോരാന്ന് അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. വുദൂ ചെയ്യുമ്പോൾ ചെറിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്നും വുദൂവിന്റെ ഫർദിനെ വീട്ടുന്നു എന്നും ഒക്കെ നിയ്യത്ത് ചെയ്യാം. എന്നതുപോലെ വലിയ ശുദ്ധി ഉയർത്തുമ്പോൾ ജനാബത്തൂളി കുളിക്കുന്നുവെന്നോ വലിയ ശുദ്ധിയെ ഉയർത്തുന്നോ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി കുളിക്കുന്നു എന്നൊക്കെ കരുതാലോ. ഇവിടെ പക്ഷേ കുളിക്കുന്നിടത്തും വുദൂ ചെയ്യുന്നിടത്തും അതൊക്കെ പറ്റുമെങ്കിലും തയമ്മം ചെയ്യുമ്പോ നിസ്കാരത്തെ ഹലാലാക്കുന്നു, ഫർദ് ഹലാലാക്കുന്നു പോലെയുള്ള ഹലാലാക്കൽ കരുതണം. കാരണം ശാഫി മദ്ഹബിന്റെ വീക്ഷണപ്രകാരം തയമ്മം കൊണ്ട് യഥാർത്ഥത്തിൽ അശുദ്ധി ഉയരുന്നില്ല. ഫർളാക്കപ്പെട്ട നിസ്കാരം കൂട്ടണം പറഞ്ഞല്ലോ, കൂട്ടി പറഞ്ഞല്ലോ, ഇസ്ബാത്തു സ്വലാത്തിൽ മഫ്റൂദത്തീന്. അല്ലാതെ വെറും നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് കരുതിയാൽ ഫർദ് നിസ്കാരം നിസ്കരിക്കാൻ പറ്റൂല, സുന്നത്ത് നിസ്കാരം മാത്രമേ പറ്റുള്ളൂ. അതായത് നമ്മുടെ ശാഫി മദ്ഹബിന്റെ കാഴ്ചപ്പാടിൽ തയമ്മം കൊണ്ട് നിസ്കാരാദി കർമ്മങ്ങൾ ഹലാലാവുകയേ ഉള്ളൂ, യഥാർത്ഥത്തിൽ ചെറുതും വലുതുമായ അശുദ്ധി ഉയരുന്നില്ല എന്ന്. അങ്ങനെയാണ് നമ്മുടെ മദ്ഹബിന്റെ വീക്ഷണം. എന്നാൽ ഹനഫി മദ്ഹബ് അങ്ങനെയല്ല. തയമ്മം ചെറിയ ശുദ്ധി ഉയർത്താൻ വേണ്ടി തയമ്മം ചെയ്താൽ ചെറിയ ശുദ്ധി വരും, വലിയ ശുദ്ധി ഉയർത്താൻ വേണ്ടിയിട്ട് തയമ്മം ചെയ്താൽ വലിയ ശുദ്ധിയും വരും. അതുകൊണ്ട് തന്നെ അവർക്കൊരു തയമ്മം കൊണ്ട് വുദൂ മുറിയുന്നത് വരെ എത്ര ഫർദ് വേണമെങ്കിലും നിസ്കരിക്കാം. അശുദ്ധി ഉയർത്തുന്നു എന്ന് ഈത്ത് ചെയ്യാം ഒക്കെ പറയാം. അവരെ മദ്ഹബിൽ അങ്ങനെ, ഹനഫി മദ്ഹബിൽ. നമ്മുടെ മദ്ഹബിൽ അങ്ങനെയല്ല. തയമ്മം കൊണ്ട് വെറും നിസ്കാരാദി കാര്യങ്ങൾ ഹലാലാകുന്നു മാത്രമേ ഉള്ളൂ, യഥാർത്ഥത്തിൽ അശുദ്ധി ഉയരുന്നില്ല. അതുകൊണ്ടാണ് ഓരോ ഫർദിനും വേറെ വേറെ വേണം എന്ന് തുടങ്ങിയ, വഖ്ത് കടന്നതിന് ശേഷം മാത്രമേ പറ്റൂ എന്ന് തുടങ്ങിയ നിബന്ധനകളൊക്കെ പറയുന്നത് ഈ മദ്ഹബിന്റെ വീക്ഷണം അടിസ്ഥാനത്തിലാണ്. അശുദ്ധി വരുന്നില്ല, യഥാർത്ഥത്തിൽ നിസ്കാരം ഹലാലാവുന്നേ ഉള്ളൂ. അതിപ്പോ നേരത്തെ വെക്കണ്ടല്ലോ, അപ്പൊ വഖ്തായിട്ട് മതിയല്ലോ. ഒരിക്കൽ ഒരു ഫർദ് അടിയന്തരമായി വരുന്നുള്ളൂ, അതുകൊണ്ട് ഒന്ന് നിസ്കരിച്ചാൽ മതി, രണ്ടാമത് വേണമെങ്കിൽ വേറെ തയമ്മം ചെയ്യണം എന്നൊക്കെ പറയാൻ കാരണം തയമ്മം കൊണ്ട് അശുദ്ധി വരൂല, നിസ്കാരം ഹലാലാവുകയേ ഉള്ളൂ എന്ന ശാഫി മദ്ഹബിന്റെ വീക്ഷണപ്രകാരം ആണ് പറയുന്നത്. അപ്പൊ അവിടെ നിസ്കാരത്തെ ഹലാലാക്കുന്നു മാത്രം കരുതിയാൽ സുന്നത്ത് നിസ്കരിക്കാനേ പറ്റുള്ളൂ, ഫർദ് നിസ്കരിക്കാൻ പറ്റൂല. ഫർദ് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് തന്നെ നിയ്യത്ത് ചെയ്യണം. എന്നാ ഫർദ് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിക്കുക, എല്ലാം ചെയ്യാം. അതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് പിന്നെ വരും. അപ്പൊ ഒന്ന് ഫർദ് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് എപ്പോ ചെയ്യണം?
മഖ്റൂനതൻ ബിനഖ്ലി തുറാബ്, മണ്ണിനെ നക്കൽ ചെയ്യൽ ഫർളായിട്ട് എണ്ണിയാണ് ചില ഇമാമിങ്ങൾ. അതടിസ്ഥാനത്തിൽ ഈ മണ്ണ് അടിച്ചെടുത്ത് മുതൽ മുഖം തടയാൻ തുടങ്ങുന്നത് വരെ നിയ്യത്ത് വേണം. അപ്പൊ മണ്ണ് അടിച്ചെടുക്കുന്നതിനോട് അനുബന്ധിച്ചുകൊണ്ട് ഈ നിയ്യത്ത് വേണം. അത് ഏത് വരെ നിൽക്കും വേണം? മുഖം തടയാൻ തുടങ്ങുന്നത് വരെ നിൽക്കും വേണം. അപ്പൊ രണ്ട് സമയത്തും വേണമെന്ന് ചുരുക്കം. മണ്ണ് അടിച്ചെടുക്കുന്ന സമയത്തും വേണം നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന്, ഫർദ് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന നിയ്യത്ത് മുഖം തടകാൻ തുടങ്ങുമ്പോഴും വേണം. അതിന്റെ ഇടയ്ക്ക് ഉണ്ടായാൽ നല്ലതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് വ്യക്തമത്. ഏതായാലും ഈ രണ്ട് സമയത്തും അനിവാര്യമാണ്. ഇടക്കും അത് മനസ്സിൽ പോകരുത് എന്ന് പറഞ്ഞത് ആത്മീയങ്ങളുണ്ട്, ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന് മുഖം തടയലാണ്. മുഖം മുഴുവനായിട്ട് ഒരു പ്രാവശ്യം തടയുക. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂക്കിന്റെ മുൻവശം പോലെ കൈ തടയുന്ന സമയത്ത് പെട്ടെന്ന് കൈയെത്താൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ വരെ സൂക്ഷിച്ച് കഴുകണം. പക്ഷെ താടി തിക്കകറ്റേണ്ടതില്ല. സുമ്മയദേഹി, മുഖം തടകിയതിനു ശേഷം രണ്ട് കൈ മറ്റൊരു അടിച്ചെടുക്കൽ കൊണ്ട് രണ്ട് കൈ തടയുക. കൈ എന്ന് പറയുമ്പോ മുട്ടുൾപ്പെടെ തടയലാണ് വുജൂബ് എന്നാണ് ഷാഫി മദ്ഹബ്. ശരിയല്ലേ? ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും മുങ്കൈ തടയലാണ് വുജൂബുള്ളൂ, എന്നാ മുട്ടുവരെ ആവൽ സുന്നത്താണ്. അങ്ങനെയാണ് അതിന്റെ കണക്ക്. ഏതായാലും നെയ്യത്തോടുകൂടി മണ്ണടിച്ചെടുക്കുക, അതുപോലെ മുഖം തടയുക, രണ്ട് കൈ മുട്ടുൾപ്പെടെ തടയുക, ഒക്കെ ഓരോ പ്രാവശ്യം മാത്രം. ഇനി ഇത്രയും പറഞ്ഞ് തേമം കഴിഞ്ഞു. ഇനി ഒരു മസല പറയാം. വലവ് തയക്കന, ഒരാൾക്ക് ഉറപ്പായി മാവുൻ വെള്ളമുണ്ട് എന്ന് ഉറപ്പാവും, അതായത് വെള്ളം കിട്ടുമെന്ന്, വെള്ളം ഉണ്ടാവും എന്നുറപ്പായി. എപ്പുണ്ടാവുന്ന്? ആഹിറൽ വഖ്തി, വഖ്തിന്റെ അവസാനത്തിൽ. അതായത് ളുഹ്ർ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ല. അപ്പൊ അസറാകുമ്പോന്നതിന് മുമ്പായിട്ട് വെള്ളം കിട്ടുന്ന ഉറപ്പുണ്ട്, ഇപ്പൊ വെള്ളമില്ല എങ്കിൽ ഫന്ദിവാറുഹു, ഇപ്പൊ തന്നെ തയമ്മം ചെയ്ത് നിസ്കരിക്കൽ ശരിയാവും. പക്ഷേ ഇപ്പോൾ ഉടനെ തയമ്മം ചെയ്ത് നിസ്കരിക്കുന്നതിനേക്കാൾ വഖ്തിന്റെ അവസാനത്തിൽ വെള്ളം കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പുള്ള വെള്ളത്തെ കാത്തുക്കൽ അഫ്ളു, വഖ്തിന്റെ തുടക്കത്തിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം വഖ്തിന്റെ അവസാനത്തിൽ വെള്ളം കിട്ടുമെന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ അത് കാത്തുനിന്ന് വഖ്തിന്റെ അവസാനത്തിലാണെങ്കിലും വുദൂ ചെയ്ത് വഖ്തിൽ തന്നെ നിസ്കരിക്കുന്ന, അതാണ് വഖ്തിന്റെ ആദ്യത്തിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് വിഷയങ്ങൾ തമ്മിലുള്ള കൺഫ്യൂഷനാ. രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് വുദൂ ചെയ്ത് നിസ്കരിക്കുക എന്നത് വളരെ മഹത്തായ ഒരു പുണ്യമാണ്. വഖ്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യവുമാണ്. കാരണം അയ്യുൽ അഫ്ളലു എന്ന് ചോദിച്ചതിന് അസ്സലാത്തു ലിവലി വഖ്തിഹ എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് മറുപടി പറഞ്ഞത്. വഖ്തായ ഉടനെ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമായ അമൽ. അപ്പോൾ അവ്വൽ വഖ്ത് നിസ്കരിക്കുകയാണെങ്കിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കണം. പക്ഷേ അവസാനത്തേക്ക് നിന്ന് ആ വെള്ളം കിട്ടുന്ന ഉറപ്പാണ്. അപ്പൊ അവസാനത്തിലേക്ക് കാത്തു നിന്ന് ആ വെള്ളം കിട്ടിയിട്ട് വുദൂ ചെയ്ത് നിസ്കരിക്കുക. അപ്പം ഇവിടെ അവ്വൽ വഖ്തിന്റെ ഫളീലത്ത് പോയി വുദൂ ചെയ്ത് നിസ്കരിക്കുക എന്നുള്ള ഫളീലത്ത് കിട്ടും. ആദ്യം നിസ്കരിച്ചാൽ തയമ്മം ചെയ്യാൻ വുദൂവിന്റെ ഫളീലത്ത് പോവുമെങ്കിലും അവ്വൽ വഖ്തിന്റെ ഫളീലത്ത് കിട്ടും. ഇവിടെ ഫന്ദിവാറു അഫ്ളു, ഉറപ്പുള്ളത് കൊണ്ട് വഖ്തിന്റെ അവസാനത്തിൽ വെള്ളം കിട്ടിയിട്ട് വുദൂ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കലാണ്. ഉടനെ തന്നെ എന്താണ് അവിടെ അടുത്തൊരു ഇഷ്കാലാലു രാജ്യ, അവിടെ ഒരു ഖഫാവില്ലല്ലോ. എന്തെങ്കിലും ആവശ്യമില്ലാതെ എന്താണ് അവിടെ നിന്ന് മനസ്സിലാകായി? എന്താ വലവ് തേക്കന മാൻ ആഖിറൽ വഖ്തീന്ന്, വെള്ളം കിട്ടും ഉറപ്പിന്ന്. വഖ്തിന്റെ അവസാനമാവുമ്പോഴേക്ക് വെള്ളം കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്താ ഇപ്പൊ അവിടെ മാവുന്നല്ലോ, മാൻ തന്നെയാണല്ലോ. എന്താ ഇപ്പൊ അതിനുള്ള കുഴപ്പം? വലവ് തേക്കനാണ് ഈ ചങ്ങായിനെ പറ്റിയില്ല, ഫായില് ഗമീറായില്ലേ. എന്തിനക്കീനാക്കി? ഈ വുദൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളമില്ലാത്ത ഈ വ്യക്തിക്ക് യക്കീനായി
എന്തിനെ പറ്റിയിട്ട്? വെള്ളത്തിനെ പറ്റിയിട്ട് യഖീനായി, വെള്ളം കിട്ടുന്ന ഉറപ്പുണ്ട്. അവിടെ എന്താ ഒരു ഖഫായുള്ള ഇബാറത്തൊക്കെ വരികയാണെങ്കിലല്ലേ ഇപ്പൊ അതൊക്കെ വാഹിറായ ഇബാറത്തുകളല്ലേ. അപ്പോ രണ്ട് ഫളീലത്തും, വുദൂ കൊണ്ട് നിസ്കരിക്കുക എന്ന് പറയുന്ന ഫളീലത്തും അവ്വൽ വഖ്തിൽ നിസ്കരിക്കുക എന്ന് പറയുന്ന ഫളീലത്തും തമ്മിൽ രണ്ടാലൊന്ന് കിട്ടുന്ന സാഹചര്യം വന്നാൽ, വെള്ളം കിട്ടുന്നു ഉറപ്പുണ്ടെങ്കിൽ ആ കിട്ടുമെന്ന് ഉറപ്പുള്ള വെള്ളത്തെ ഇന്തിളാർ ചെയ്തിട്ട് വുദൂ ചെയ്ത് നിസ്കരിക്കുന്ന ഫളീലത്ത് പരിഗണിക്കലാണ് തയമ്മം ചെയ്തുകൊണ്ട് അവ്വൽ വഖ്തിൽ നിസ്കരിക്കുന്നതിനേക്കാളും പരിഗണിക്കേണ്ടത്. ഇല്ല, അവസാന വഖ്തിൽ വെള്ളം കിട്ടുമെന്ന് യഖീനായില്ല, കിട്ടാൻ സാധ്യതയുണ്ട്, വന്നുണ്ട്, അല്ലെങ്കിൽ ശക്കുണ്ട്, അല്ലെങ്കിൽ വെറും ഇഹ്തിമാലുണ്ട്, അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ ഫതഅജീലു തയമ്മുമിൻ, തയമ്മത്തെ വേഗത്തിൽ നേരെ അവ്വൽ വഖ്തിൽ തന്നെ തയമ്മം ചെയ്ത് നിസ്കരിക്കലാണ് അഫ്ളൽ. ഈ രണ്ടും അഫ്ളലിനെ പറ്റിയിട്ടാണ് തർക്കം. വഖത്തിന്റെ ആദ്യത്തിൽ വെള്ളമില്ലാതെ ഉറപ്പ്, അവസാനത്തിൽ വെള്ളം കിട്ടുന്നു ഉറപ്പ്. എന്നാൽ അവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് കാത്തു നിന്ന് അവസാനം വുദൂ ചെയ്ത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ആ കാത്തുക്കലാണ് അവ്വൽ വഖ്തിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കുന്നതിനെക്കാട്ടിലും അഫ്ളൽ. എന്നാൽ അവിടെ അവ്വൽ വഖ്തിൽ നിസ്കരിക്കലും ജായിസാണ്, ആഖിർ വഖ്തിലേക്ക് പിന്തിക്കലും ജായിസാണ്. ജായിസായ വിഷയത്തിലല്ല തർക്കം. രണ്ടാമത് പറയുന്നത് വെള്ളം കിട്ടുന്ന ഉറപ്പില്ല, പിന്നെന്തുണ്ട്? ഒരു പക്ഷേ മിക്കവാറും ധാരണ അഥവാ വന്നുണ്ട്, അതല്ലെങ്കിൽ ശക്കാണ്, അതല്ലെങ്കിൽ വഹ്മാണ്. ഇവിടെയൊക്കെ പിന്തിക്കൽ അനുവദനീയമാണ്, പക്ഷേ അവ്വൽ വഖ്തിൽ തന്നെ തയമ്മം ചെയ്ത് നിസ്കരിക്കലാണ് അഫ്ളൽ. കാരണം എന്താ? അവ്വൽ വഖ്തിൽ നിസ്കരിക്കുക എന്ന് പറയുന്നത് ആ ഫളീലത്ത് കിട്ടുമല്ലോ. ഇപ്പൊ നിസ്കരിച്ചാൽ വുദൂ തുല്യാതല്ലേ ഉള്ളൂ. അവസാനത്തേക്ക് പിന്തിച്ചാൽ ഉറപ്പില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ കിട്ടിയില്ലാന്ന് വരും. കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും തയമ്മം ചെയ്ത് നിസ്കരിക്കല വേണ്ടത്. അപ്പൊ വുദൂവിന്റെ ഫളീലത്തും കിട്ടൂല, അവ്വൽ വഖ്തിന്റെ ഫളീലത്തും കിട്ടൂല. അപ്പൊ അവിടെ പിന്തിക്കൽ അഫ്ളലല്ല, എന്നാ പിന്തിക്കൽ ജായിസാണ്. അതാ ഇനി വേറെ വെള്ളം ഇല്ലാത്ത മസല. ഇനി വെള്ളം ഇല്ലാത്ത മസലല്ല, വെള്ളമൊക്കെ ഉണ്ട്, ഉപയോഗിക്കാൻ വയ്യാത്ത മസല. വൈദൻ തനഅ ഇസ്തിഅമാലുഹു, വെള്ളം ഉപയോഗിക്കാൻ തടസ്സം നേരിട്ടാൽ, ഇംതിനാഅ് വന്നു. എന്ത് തടസ്സോ? എന്തോ തടസ്സം, തീ പൊള്ളിയിട്ടോ, അതല്ലെങ്കിൽ മുറി പഴുത്തിട്ടോ, അതും അല്ലെങ്കിൽ കാലോ കയ്യോ പൊട്ടിയിട്ട് പ്ലാസ്റ്റർ ഇട്ട് വന്താക്കിയിട്ട് വെള്ളം ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റാതായിട്ടോ പോലെ വെള്ളം ഉപയോഗിക്കാൻ പ്രതിബന്ധമാണ്, തടസ്സമാണ്. ഫീ ഉദുവിൻ, ഒരവയവത്തിൽ എന്ന് പറയുമ്പോൾ വുദൂയിലാണെങ്കിൽ വുദൂവിന്റെ അവയവങ്ങളിൽപ്പെട്ട ഒരവയവത്തിൽ, കുളിയിലാണെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത്. കാരണം ശരീരം ഒന്നായിട്ടൊരു അവയവമാണല്ലോ കുളിന്റെ അവയവം. വുദൂ ആകുമ്പോൾ വുദൂയിൽ കഴുകലോ തടവലോ നിർബന്ധമായ വുദൂ. അങ്ങനെ ഒരു അവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വജബ തയമ്മുമുൻ, അവിടെ ഈ വെള്ളം ഉപയോഗിക്കാത്ത പറ്റാത്ത അവയവത്തിന് വേണ്ടി തയമ്മം ചെയ്യണം. തയമ്മം മാത്രം ചെയ്താൽ മതിയോ? അതുപോരാ. വോസുലു സഹീഹിൻ, ഇങ്ങനെ തടസ്സമില്ലാത്ത കേടില്ലാത്തത് കഴുകുകയും വേണം. ഒരവയവം മുഴുവനായിട്ട് കഴിയാൻ പറ്റാത്ത, എന്നാ ബാക്കി എല്ലാ അവയവവും കഴിയണം, അതിനുവേണ്ടി തയമ്മം ചെയ്യണം. അങ്ങനെയില്ല, ഒരവയവത്തിന്റെ കുറച്ച് ഭാഗേ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തുള്ളൂ, അത് വെച്ച് ബാക്കിയുള്ളത് കഴിയണം, അതിനുവേണ്ടി തയമ്മം ചെയ്യണം തന്നെ. അതിപ്പോ അവയവം അങ്ങനെ തുറന്നു നിൽക്കുന്നുണ്ട്, പക്ഷെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാധനം. അതേ സമയത്ത് മസ്ഹു കുല്ലി സാത്തിരി അല്ലാഹി നസ്ഉഹു, അവയവത്തെ മറക്കുന്ന വസ്തുവിനെ തടയണം. എങ്ങനത്തെ മറക്കുന്ന വസ്തു? അല്ലാഹി നസ്ഉഹു, അതിനെ ഊരിയെടുക്കൽ അല്ലെങ്കിൽ അഴിച്ചെടുക്കൽ ബുദ്ധിമുട്ടാവുന്ന തരത്തിലുള്ള, ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ പോലത്തെ അതുപോലത്തെ മരുന്ന് വെച്ച് കെട്ടിയതുപോലത്തെ ഇപ്പം തൽക്കാലം വെള്ളം നനക്കാൻ പറ്റാത്ത മറ ഉണ്ട് അതിന്റെ മേലിൽ, അഴിച്ചെടുക്കാനാണെങ്കിൽ ബുദ്ധിമുട്ട് വേണം. എന്നാൽ വുദൂവിന്റെ അവയവത്തിലും കൂടിയാണെങ്കിൽ ആ മറയുള്ള വസ്തുവിന്റെ മേൽ തടകണം, ബിമാഇൻ, വെള്ളം കൊണ്ട് തടകണം. അപ്പൊ എന്തൊക്കെ വേണം? സഹിയായ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും വേണം. പിന്നെ മറയുള്ള ഭാഗം, മറ അയക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കഴിയണം, അയക്കാൻ പറ്റൂലെങ്കിൽ അതിന്റെ മുകളിൽ വെള്ളം കൊണ്ട് തടയണം.
എന്നിട്ട് ഈ കഴുകാൻ പറ്റാത്ത സ്ഥലത്തിന് വേണ്ടി തൈമം ചെയ്യണം. തടകി എന്നതുകൊണ്ട് തൈമത്തിന് ഒഴിവാകുന്നില്ല. ഇപ്പൊ 3 കാര്യം വേണ്ടി വരുന്ന അർത്ഥം. സഹീഹായ രോഗമില്ലാത്ത ഭാഗം കഴുകുകയും വേണം, മറയുള്ള ഭാഗം വെള്ളം കൊണ്ട് തടയുകയും, ഉദുവിന്റെ അവയവത്തിലാണെങ്കിൽ വെള്ളം കൊണ്ട് തടയുകയും വേണം. എന്നിട്ട് ആ ഭാഗം കഴുകൽ കഴിഞ്ഞിട്ടില്ലല്ലോ, അതിനുവേണ്ടി തൈമം ചെയ്യും. അപ്പൊ 3 കാര്യം വേണം നഷ്ടം. എന്നാൽ ഇതിൽ തർത്തീബ് പാലിക്കുകയും വേണം. വുദൂയിലാണെങ്കിൽ ഈ പറഞ്ഞ വിഷയങ്ങളിൽ തർത്തീബ് പാലിക്കണം എന്ന് പറഞ്ഞാൽ, ഒരാളുടെ കൈക്കാണ് വെള്ളം നനക്കാൻ പറ്റാത്ത നോട്ടിക്കോളി. എന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചെയ്തു വരിക. മുങ്കൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മുങ്കൈ ചെയ്യുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, മുഖം കഴുകുക, അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇടത്തെ കൈയിലാണെങ്കിൽ ആദ്യം വലത്തെ കൈ കഴുകി, എന്നിട്ട് പിന്നെ ഇടത്തെ കൈയിൽ മുറിയില്ലാത്ത ഒഴിവുള്ള ഭാഗം കഴുകി, എന്നിട്ട് മറ വെച്ച് കെട്ടിയതാണെങ്കിൽ അതുകൊണ്ട് വെള്ളം കൊണ്ട് തടകി, എന്നിട്ട് തൈമം ചെയ്യുക. അതല്ലെങ്കിൽ തൈമം ചെയ്തിട്ട് ആ കൈയിന്റെ ബാക്കിയുള്ള ഭാഗം കഴുകി, അതുപോലെ തന്നെ മറയുള്ള ഭാഗം തടകി. അവിടെ രണ്ടും ചെയ്യാം. ആദ്യം തടകിയിട്ട് കഴുകലും തടകലും കഴിഞ്ഞിട്ട് തൈമം ചെയ്യുക, ആദ്യം തൈമം ചെയ്തിട്ട് കഴുകലും തടകലും ചെയ്യുക. ആ അവയവത്തിൽ തർത്തീബ് പാലിക്കണം. എന്നിട്ടേ തല തടകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എന്നിട്ടാണ് കാലി കഴിക്കേണ്ടത്. ആ തർത്തീബ് പാലിച്ചു പോരണം വുദൂയിലാവുമ്പോൾ. എന്നാൽ വലാ തർത്തീബ ബൈനഹുമാ, ഈ സഹീഹിനെ കഴുകുന്നതിന്റെയും തൈമം ചെയ്യുന്നതിന്റെയും ഇടയിൽ തർത്തീബ് പാലിക്കേണ്ടതില്ല. ലിജുനുബിൻ ജനാബത്തേർക്ക്. കാരണം ജനാബത്ത് കുളിയിൽ തർത്തീബില്ലല്ലോ. അപ്പം തന്നെ കുളിക്കാൻ പോകുമ്പോൾ കുറച്ച് ഭാഗം വെള്ളം നനക്കാൻ പറ്റാത്ത ഭാഗമുണ്ട്. ആദ്യം തന്നെ തൈമം ചെയ്തിട്ട് പിന്നെ ബാക്കി ഭാഗത്തിന് കുളിച്ചാലും കുഴപ്പമില്ല. ആദ്യം കുളിയൊക്കെ കഴിച്ച് പൂർത്തിയാക്കി ഈ നനക്കാൻ പറ്റാത്ത സ്ഥലത്തിന് വേണ്ടി കുളി കഴിഞ്ഞതിന് ശേഷം തൈമം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം കുളിയിൽ തർത്തീബ് പാലിക്കേണ്ടതില്ല. എന്നാൽ വുദു അങ്ങനെയല്ല. വുദുവിൽ ഏതൊരു അവയവത്തിനാണോ ഈ വെള്ളം നനക്കാൻ പറ്റാത്തത് എങ്കിൽ അതിൽ അതുവരെ ഉള്ളത് നേരത്തെ ചെയ്യുകയും എന്നിട്ട് അത് കഴുകുകയും തടവുകയും തൈമം ചെയ്യുകയും ചെയ്തതിനു ശേഷമേ അടുത്ത അവയവത്തിലേക്ക് നീങ്ങാൻ പാടുള്ളൂ. തർത്തീബ് പാലിക്കണം അർത്ഥം. അതിപ്പോ ഒരു അവയവത്തിലാണെങ്കിലാണ് അപ്പറഞ്ഞത്. ഇനി ഔദുവൈനി, 2 അവയവത്തിൽ എവിടെ വൈദന്തന ഇസ്തിമാലു ഫീ ഉദുവിൻ പറഞ്ഞു. ഒരവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ തടസ്സം വന്നാൽ ഒരു തൈമം ചെയ്യണമെന്ന്. 2 അവയവത്തിലാണ് ഈ കോലത്തിലുള്ളതെങ്കിലോ എന്ന് പറഞ്ഞാൽ വലത്തെ കൈയിനും വെള്ളം നനക്കാൻ വയ്യ, ഇടത്തെ കൈക്കും വെള്ളം നനക്കാൻ വയ്യ. എന്നാ 2 തൈമം എന്നാണോ? അല്ലല്ല, അത് രണ്ടും കൂടി ഒരവയവത്തിന്റെ സ്ഥാനത്താണ്. അതുപോലെ തന്നെ വലത്തെ കാലിനും വെള്ളം നനക്കാൻ വയ്യ, ഇടത്തെ കാലിനും വെള്ളം നനക്കാൻ വയ്യ. എന്നാ അതിന് 2 തൈമം വേണമെന്നാണ് പറഞ്ഞത്? അല്ല, അത് രണ്ടും കൂടി ഒരു അവയവത്തിന്റെ സ്ഥാനത്താണ്. അതേ സമയത്ത് കയ്യിലും വെള്ളം നനക്കാൻ പറ്റാത്ത സ്ഥലമുണ്ട്, കാലുമലും വെള്ളം നനക്കാൻ പറ്റാത്ത സ്ഥലമുണ്ട്. എന്നാൽ ആദ്യം മുഖം കഴുകി പിന്നെ തൈമം ചെയ്തതിന് ശേഷം കൈ കഴുകുക, അല്ലെങ്കിൽ കൈ കഴുകിയതിന് ശേഷം തൈമം ചെയ്യുക. അത് കഴുകലും തൈമം ചെയ്യലും കഴിഞ്ഞതിന് ശേഷം തല തടയാൻ പാടുള്ളൂ. എന്നിട്ട് വേണം കാല് കഴുകാൻ. കാലുമല് ഇതേ സൂക്കേട് തന്നെയാണെങ്കിൽ ആദ്യം കാല് തല തടയൽ വരെ കഴിച്ചതിന് ശേഷം തൈമം ചെയ്തിട്ട് ബാക്കി കഴുകാൻ പറ്റുന്ന ഭാഗം കഴുകുക, അതല്ലെങ്കിൽ കഴുകാൻ പറ്റുന്ന ഭാഗം കഴുകി കഴിഞ്ഞിട്ട് തൈമം ചെയ്യുക. ഏതായാലും ആ അവയവത്തെ വുദൂഇൽ കഴുകേണ്ട സമയം അപ്പോഴാണ് സഹീഹായ ഭാഗം കഴുകേണ്ടതും മറയുടെ മേൽ തടകേണ്ടതും തൈമം ചെയ്യേണ്ടതും. അതിനെ മുന്തിക്കാനും പാടില്ല, പിന്തിക്കാനും പാടില്ല. അതേ സമയത്ത് കുളിക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അവിടെ തർത്തീബ് പാലിക്കേണ്ടതില്ല. തന്നെയല്ല, ശരീരത്തിൽ എത്ര ഭാഗത്ത് വെള്ളം നനക്കാൻ പറ്റാത്തതുണ്ടെങ്കിലും ഒരു തൈമം മതി. എവിടെ? കുളിന്റെ അവിടെ. കാരണം അവിടെ തർത്തീബില്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റ തൈമം ചെയ്താൽ മതി. സുഖമില്ലാത്ത ഭാഗത്ത് വെള്ളം നനക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ വെള്ളം നനച്ച് കഴിയുന്നതിന് ശേഷം തൈമം ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം ഒരൊറ്റ തൈമം ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം കഴുകാം. രണ്ടും ചെയ്യാം. വുദൂയിലാണ് ഇപ്പം തൈമം അവയവം എണ്ണം കൂടുന്നതിനനുസരിച്ച് തൈമം എണ്ണം കൂടുതൽ. ഇനി തീരെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നാലോ? അപ്പൊ പിന്നെ 4 തൈമമാണോ? അത് വേണ്ട. തീരെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം. ഉദാഹരണം, വെള്ളമൊക്കെ ഉണ്ട്, ഇയാൾക്കൊരു പ്രത്യേക തരം പനിയാണ്, വെള്ളം തീരെ ഉപയോഗിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ ശരീരമാകെ പൊള്ളലേറ്റിരിക്കുന്നു, വെള്ളം തീരെ ഉപയോഗിക്കാൻ വയ്യ. എന്നാ പിന്നെ ഒറ്റ തൈമം ചെയ്താൽ മതി. ഇതങ്ങനെയല്ല. കുറച്ച് ഭാഗം വെള്ളം നനക്കാൻ പറ്റാത്തതും കുറച്ച് ഭാഗം വെള്ളം നനക്കാൻ പറ്റാത്തതും ഇങ്ങനെയാവുമ്പോഴാ പ്രശ്നം. അങ്ങനെ വരുമ്പോ വെള്ളം നനക്കാൻ പറ്റുന്ന സ്ഥലം കഴുകും വേണം, മറയുള്ള കെട്ടിയ ഭാഗമാണെങ്കിൽ അവിടെ വെള്ളം കൊണ്ട് തടവും വേണം,
എന്നിട്ട് വെള്ളം നനക്കാൻ പറ്റാത്ത സ്ഥലത്തിന് വേണ്ടി തൈമം ചെയ്യും വേണം. അതോടുകൂടി അവയവങ്ങൾക്കിടയിൽ തർത്തീബാക്കണം. ഒന്നിലധികം അവയവങ്ങളിലാണെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ പുറമെ അത്രയും വെള്ളം കണ്ടത് തൈമം വേണം എന്നൊക്കെ പറഞ്ഞത് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, മുഴുവനായിട്ട് പറ്റുന്നില്ല അവിടെയാ. അതേസമയത്ത് തീരെ പറ്റുന്നില്ലെങ്കിൽ ഒറ്റ തൈമം ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഇനി ഈ തൈമം കൊണ്ട് നിസ്കരിക്കപ്പെട്ടുകൂടാ എന്നുവെച്ചാൽ നിസ്കരിക്കാൻ പാടില്ല ആർക്കും, എന്നല്ലാതെ ഇല്ലാ ഫർളൻ വാഹിദൻ, ഒരു ഫർദിനെ അല്ലാതെ ഒറ്റ ഫർദ് നിസ്കരിക്കാൻ പാടുള്ളൂ. ഒരു തൈമം കൊണ്ട് ഒരു ഫർദേ നിസ്കരിക്കാൻ പാടുള്ളൂ. അത് 5 വക്ത് ഫർദാവാ, വലോ നദറൻ, ഫർദ് ഐനായത് എന്നർത്ഥം. ഫർദ് ഐനായത് ഒന്നേ നിസ്കരിക്കാൻ പാടുള്ളൂ. അത് 5 വക്ത് നിസ്കാരം പെട്ട്, അല്ലെങ്കിൽ നേർച്ചയാക്കിയാലും പെട്ട്. ഇപ്പൊ ഉദാഹരണം, ഒരാൾ എന്താക്കി 2 റക്അത്ത് ദുഹാ നിസ്കരിക്കാൻ നേർച്ചയാക്കി വിട്ടിക്കോളി, എന്നാ അതിന് ഫർദ് നിസ്കാരത്തിന്റെ അതേ നിയമം പോലെ തന്നെ ഒരു നിസ്കാരമേ അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതേസമയത്ത് സുന്നത്താണെങ്കിലോ അത് വേറെ മാത്രമല്ല, സഹീഹാകും ജനായിസു, കുറെ മയ്യിത്തുസ്കാരങ്ങൾ വേണമെങ്കിൽ സഹിയാവും ഫർദിൻ, ഒരു ഫർദിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഫർദ് ഐനായ നിസ്കാരത്തിന് ഒരു ഫർദിന് ഒരു തൈമം വേണം എന്ന് പറയുന്നത്. അതേസമയത്ത് ഫർദ് കിഫായത്തായ മയ്യിത്സ്കാരം പോലത്തത് സുന്നത്തിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് ഒരു തൈമം കൊണ്ട് തന്നെ ദുഹർ നിസ്കരിച്ചു അല്ലെങ്കിൽ ജുമാ നിസ്കരിച്ചു, ജുമാന്റെ ശേഷം മയ്യിത്സ്കാരമുണ്ട്, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വേറെ തൈമം ചെയ്യേണ്ടതില്ല. ഇതിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാനും വേറെ തൈമം ചെയ്യേണ്ടതില്ല. അപ്പൊ ഫർദ് ഐനായ 5 വക്ത് നിസ്കാരം, നേർച്ച പോലെയുള്ള ഫർദ് ഐനായ നിസ്കാരം ഒരു നിസ്കാരമേ ഒരു തൈമം കൊണ്ട് ചെയ്യാൻ പാടുള്ളൂ. സുന്നത്ത് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം, അതുപോലെ തന്നെ ഫർദ് കിഫായി ആയതും നിസ്കരിക്കാം. അത് മതി അല്ലേ? ഇനി തൈമൊന്ന് ഏലത്തേരം പറയുന്ന തൈമൊന്ന് നോക്കുക. നിങ്ങൾ ഉണ്ടെങ്കിൽ അടിച്ചോളൂ, ഇല്ലെങ്കിൽ അടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചെറുതായിട്ട് വെള്ളം വായിച്ചുകാണ്ട് അത് എളുപ്പത്തിൽ ചുരുക്കി പറഞ്ഞുതരാം. വലഹു അസ്ബാബുൻ വശുറൂത്തുൻ വഅർക്കാനുൻ വബുത്ലാത്തുൻ വസുനനും. കേട്ടോ, വലഹു ഈ തൈമം ചെയ്യുന്നതിനുണ്ട് അസ്ബാബുൻ ചില കാരണങ്ങൾ, പ്രത്യേക കാരണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് തൈമം ചെയ്യേണ്ടത്. അല്ലാതെ ചെറിയ ശുദ്ധിയെ ഉയർത്തുന്നത് പോലെ അഥവാ വുദൂ ചെയ്യുന്നത് പോലെ കുളിക്കുന്നത് പോലെ നിരുപാധികമല്ല, ചില പ്രത്യേക സബബുകൾ കാരണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് തൈമം ചെയ്യുക. വശുറൂത്തുൻ, തൈമം ചെയ്യാൻ ചില പ്രത്യേക ഷർത്തുകളും ഉണ്ട്. വ അർക്കാനുൻ, വുദൂവിനെ പോലെ തന്നെ ചില റുക്നുകളുമുണ്ട്. വ മുബ്തിലാത്തുൻ, നോമ്പ് വുദൂ ബാത്തിലാവുന്നത് പോലെ തന്നെ ബാത്തിലാവുന്ന കാര്യങ്ങളും ഉണ്ട്. വ സുനനും, വുദൂവിന്റെ സുന്നത്തുകൾ പറഞ്ഞതുപോലെ തൈമമിനും ചില സുന്നത്തുകളുണ്ട്. അത് നോക്കുക. അമ്മൽ അസ്ബാബു, സബബുകൾ, എന്തൊക്കെ കാരണത്തിന് വേണ്ടിയിട്ടാണ് തൈമം ചെയ്യേണ്ടത് എന്ന്. ഫശയ്യാനി, 2 കാരണം കൊണ്ടാണ് തൈമം വേണ്ടി വരിക. ഒക്കെ നമ്മൾ പറഞ്ഞു. ഒന്ന് ഫഖ്ദുൽ മാഇ, വെള്ളമില്ലാതിരിക്കുക. ഹിസ്സൻ, ബാഹ്യമായി അഥവാ പ്രത്യക്ഷത്തിൽ യഥാർത്ഥത്തിൽ വെള്ളം ഇല്ലാതിരിക്കുക. അതെങ്ങനെയെന്ന് വെച്ചാൽ ബിഅല്ലം യജിദുഹു അസ്ല, തീരെ വെള്ളം കിട്ടിയില്ല ചൊളി, അത് തന്നെ തീരെ വെള്ളം കിട്ടിയില്ല, വെള്ളമില്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ തൈമം ചെയ്യാം. ഔ ശറഅൻ, വെള്ളം ബാഹ്യമായുണ്ട് പക്ഷെ ശറഇൽ ഇല്ലാത്ത നിയമമാണ്. അങ്ങനെ ബിവജ്ദഹു, ബാഹ്യമായി വെള്ളമുണ്ട് പക്ഷെ ഉള്ള വെള്ളം എങ്ങനെയാണ്? മുസബ്ബലൻ ലിശുർബി, കുടിക്കാൻ വേണ്ടിയിട്ട് സബീലാക്കിയ വെള്ളമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കുടിക്കാൻ വേണ്ടി സബീലാക്കിയ വെള്ളം കൊണ്ട് ഒതു കൊടുക്കൽ ഹറാമാന്ന് നമ്മൾ പറഞ്ഞു. വേറെ വെള്ളമൊട്ട് അവിടെ കിട്ടാനുമില്ല, അതിന്റെ തൈമം ചെയ്താൽ മതിയെന്ന്. അപ്പൊ പിന്നെ ഹറമിലല്ലേ, ഹറമിൽ വെച്ചുകാണ്ട് സംസം വെള്ളം കുടിക്കാൻ വെച്ച വെള്ളം ഒതു കൊടുക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ കാട്ടുക? പുറത്ത് വെച്ച് ഒതു കൊടുക്കുക. പുറത്ത് വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്, എന്നാ പിന്നെ എന്താക്കി കളയാ, തൈമം ചെയ്യാന്ന്. ഔവജദഹു, അല്ലെങ്കിൽ പുറത്ത് വാങ്ങാൻ വെള്ളം കിട്ടുന്നുണ്ട് പക്ഷേ അക്സറ ബിൻ സമനി മിസ്ലിഹി, മാർക്കറ്റ് വിലയിൽ കൂടുതൽ കൊടുക്കണം. ആ കാലത്ത്, ആ സ്ഥലത്ത്, ആ സാഹചര്യത്തിൽ മാർക്കറ്റിൽ അംഗീകരിക്കപ്പെട്ടൊരു വിലയുണ്ട്. ആ വിലയിൽ കൂടുതൽ വില കൊടുത്താൽ വെള്ളം കിട്ടും. കരിഞ്ചന്ത, ആ കരിഞ്ചന്തക്ക് വാങ്ങി ഒതു കൊടുക്കേണ്ട ആവശ്യമില്ല, തൈമം ചെയ്താൽ മതി. വെള്ളമുണ്ട്, വാങ്ങാനുള്ള കാശുമുണ്ട്, പക്ഷേ മാർക്കറ്റ് വിലക്ക് കിട്ടൂല.
അവിടെ പൂഴ്ത്തി ഉപ്പുകാരുടെ കരിഞ്ചന്ത കച്ചവടമേ ഉള്ളൂ. അതിപ്പോ 1 റിയാലിന് കിട്ടുന്ന വെള്ളം 3 റിയാൽ കൊടുത്ത് വാങ്ങണം. സംഗതി അവന്റെ കയ്യിൽ കാശുണ്ട്, എന്നാലും അവിടെ 3 റിയാൽ കൊടുത്തോളണമെന്നില്ല. മറിച്ച് എന്ത് മതി? തയമ്മം ചെയ്താൽ മതി. അതാണ് ശറഅല്ല. വെള്ളമുണ്ട്, കുടിക്കേണ്ട വെള്ളമേ ഉള്ളൂ, അല്ലെങ്കിൽ സമനമിസിലിനേക്കാൾ കൂടുതലുള്ള വിലക്ക് വെക്കുന്ന വെള്ളം. ഇങ്ങനെയോ? രണ്ടാമത്തെ കാരണം ഖൗഫി മഹ്ലൂലിൻ മിൻ ഇസ്തിമാലിൽ മായി, വെള്ളം ഉപയോഗിക്കുന്നതിനാൽ വല്ല അപകടത്തെയും ഭയപ്പെടുന്നു. എങ്ങനെ വെള്ളം ഉപയോഗിക്കുന്നതിനുണ്ട് അപകടം വരുന്നത്? ബേക്കൂന ബിഹി, ഈ വ്യക്തിക്കുണ്ടാകുന്ന മറന്നുൻ സുക്കേടുണ്ട്. യഖാഫു മാഹു, ആ രോഗമുണ്ടാവുന്നപ്പോൾ ഭയപ്പെടുന്നു. മിനസ്തേമാലിഹി, വെള്ളം ഉപയോഗിക്കുന്നത് കാരണം അല മംഫാറ്റുവിൻ, ഒരവയവത്തിന്റെ ഉപകാരം നഷ്ടപ്പെടും. ഉദാഹരണം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. കണ്ണോടി പോവില്ല, കാഴ്ച പോയി പോവും. അതല്ലെങ്കിൽ ചെറുട്ടിന് കേൾവി നഷ്ടപ്പെട്ടു പോവും. അതല്ലെങ്കിൽ കൈയിന്റെ ഉപയോഗം നഷ്ടപ്പെട്ടു പോവും. അതൊന്നും ആണെന്ന് വഖാഫ് സിയാദത്ത മുദ്ദത്തുൽ മർളി, 3 ദിവസം കൊണ്ട് മാറേണ്ട രോഗമാണ്. വെള്ളം ഉപയോഗിച്ചാൽ ചിലപ്പോൾ 8 ദിവസമോ 10 ദിവസമോ എടുക്കും. 2 ദിവസം കൊണ്ട് മാറുന്ന രോഗം വെള്ളം ഉപയോഗിച്ചാൽ 4 ദിവസമായി മാറും. അപ്പൊ 4 ദിവസം രോഗം നീണ്ടു നിൽക്കും. എന്നാ പിന്നെ വെള്ളം ഉപയോഗിക്കാൻ നിൽക്കുക. അതല്ലെങ്കിൽ ഫാഹിഷ, വികൃതമായ നിരക്കുള്ള കല പേടിക്കാം. അതിന്റെ കല എന്ന് പറഞ്ഞാൽ മിൻ തയ്യുരിലോ നർമാറ, ചിലപ്പോ തീപ്പുള്ളിയോർത്ത് വെളുപ്പ് നിറം വരിക, അല്ലെങ്കിൽ കറുത്ത പാടുണ്ടാകുക പോലത്തെ ഒക്കെ. വനഹൂലിൻ, അതല്ലെങ്കിൽ വെളിച്ചിലനുഭവപ്പെടുക. ഒരു നല്ല ബാഹ്യമായ കാഴ്ചപ്പുറത്തുള്ള ഒരു അവയവത്തിൽ പ്രത്യേകിച്ച് ഒരു ഭാഗം എങ്ങനെയാണ് വരണ്ട് മെലിഞ്ഞു പോവുക. എവിടെ വാഹിരിൻ, ബാഹ്യ അവയവത്തിൽ മറ്റുള്ളവരുടെ ഒറ്റനോട്ടത്തിൽ കാണാൻ സാധ്യതയുള്ള മുഖം, കൈകാലുകൾ പോലെയുള്ള ബാഹ്യ അവയവങ്ങളിൽ എന്താവുക, മോശപ്പെട്ട വെറുക്കപ്പെടുന്ന രീതിയിലുള്ള കല വരും എന്ന് പേടിക്കുക. എന്നാലും വെള്ളം ഉപയോഗിക്കാതെ പോവാം. അതൊക്കെ തീപ്പുള്ളൽ പോലെയുള്ള രോഗം ഉണ്ടാകുമ്പോൾ അപ്പൊ വെള്ളം ഉപയോഗിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാകുക. ഇനി ഇങ്ങനെ 2 കാരണങ്ങൾ, ഒന്ന് വെള്ളം യഥാർത്ഥത്തിൽ ഇല്ലാതിരിക്കുക, 2 ശർഈയായ കാരണങ്ങളെ കൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരിക, അതല്ലെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരിക. ഇങ്ങനെ ഇപ്പൊ 3. ചിലരെ 2ആയി പറഞ്ഞവരുണ്ട്. ഈ പറഞ്ഞ ആരോഗ്യപരമായ കാരണങ്ങളാൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക, ശറയിൽ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞതിൽ പെടുത്തിയിട്ട് 2 എണ്ണയിലുണ്ട്, 3ാമത് നന്നായിട്ട് എണ്ണയിലുണ്ട്. ഇപ്പൊ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വെള്ളം ഇല്ലാതിരിക്കുക, ഉള്ള വെള്ളം ഉപയോഗിക്കാൻ മതപരമായ കാരണങ്ങളാൽ തടസ്സമുണ്ടായിരിക്കുക, 3ാമത്തേത് ആരോഗ്യപരമായ കാരണങ്ങളാൽ വെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ടാകുക. ഈ 3-4 തടസ്സ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തയമ്മം ചെയ്യേണ്ടത്. എന്നാൽ അമ്മ ഷുറൂത്ത് ഫഅശറത്തുൻ, തയമ്മത്തിന് 10 ഷർത്ത് അത്രേ. വുദൂന് 5 ഷർത്താ പറയാം, തയമ്മത്തിന് 10 ഷർത്ത് ഉണ്ട്. ഒന്ന് അയ്യക്കൂന ബിതുറാബിൻ, മണ്ണും ഉണ്ടാവണം, 1ാമത്തെ ഷർത്ത തന്നെ. അല്ല അയ്യ ലോനിൻ കാന, നിറം എന്തു ആവാ, നിറം നല്ല വെളുത്ത ചികിടി മണ്ണ്, ഈ ചുണ്ണാമ്പ് പോലത്തെ വെളുപ്പ് നിറാണ്, പക്ഷെ മണ്ണ് തന്നെ ചികിടി മണ്ണ്, വെളുത്ത ചികിടി മണ്ണ്, നല്ല ചോരക്ക് പഴയകാലത്ത് തേച്ചിരുന്ന നിലക്കുള്ള ചെമ്മണ്ണ്. ഇനി അതല്ലെങ്കിൽ തവിട്ട് നിറത്തിലുള്ള മണ്ണ്, കറുപ്പ് നിറത്തിലുള്ള മണ്ണ്, ഏത് മണ്ണായാലും മതി, നിറമൊന്നും പ്രശ്നമില്ല, ശുദ്ധമായ മണ്ണാവണം എന്നർത്ഥം. 2ാമത്തേത് കൂന താഹിറ, നജസില്ലാത്ത ശുദ്ധിയുള്ളതായിരിക്കണം. 3ാമത്തേത് അല്ലായക്കുന മുസ്തഅമലൻ ഫീ ഹദഫിൻ ഔ ഹുബുസിൻ, നജസ് നീക്കാനോ അശുദ്ധി ഉയർത്താനോ ഉപയോഗിക്കാൻ പറ്റണാവരുത്. എന്ന് പറഞ്ഞാൽ കല്ലാണ്, ആ കല്ലുകൊണ്ട് മനേരിച്ച കല്ലാണ്, ആ കല്ലുമൽ പൊടിയുണ്ട്, അതുകൊണ്ട് ഇനി പറ്റൂല, കാരണം നജസിൽ ഉപയോഗിച്ചതാണല്ലോ. അതല്ലെങ്കിൽ ഫർവിൽ ഉപയോഗിച്ചതാണ്. ഫർവിൽ ഉപയോഗിച്ചത് പറഞ്ഞാല് ഇപ്പൊ എങ്ങനെയിരിക്കും, അവയവത്തിൽ പറ്റിപ്പിടിച്ചതോ അല്ലെങ്കിൽ ഫർവായ തടയുന്ന സമയത്ത് അവയവത്തിൽ നിന്ന് ഉതിർന്നു വീണതോ ആയ മണ്ണിനാണ് മുസ്തഅമല മണ്ണ് അറിയാം. അല്ലാതെ ഒരു കടലാസിലോ അതല്ലെങ്കിൽ ഒരു സ്ഥലത്തോ വിരിച്ച മണ്ണിൽ നിന്നിട്ട് തയമ്മത്തിന് വേണ്ടി ഫർനിസ്കാരത്തെ തയ്യാറാക്കാൻ വേണ്ടി തയമ്മം ചെയ്യുന്നു എന്ന നെയ്യത്തോടു കൂടി അടിച്ചെടുത്തു. അങ്ങനെ അടിച്ചെടുത്തു എന്നതുകൊണ്ട് ആ കടലാസിൽ അല്ലെങ്കിൽ ആ പലകയിൽ ബാക്കിയുള്ളത് മുസ്തഅമലാവൂല. മറിച്ച് നമ്മൾ മുഖം തടകുമ്പോൾ മുഖത്തിൽ നിന്ന് താഴേക്ക് ഉതിർന്നു വീഴുന്നതും മുഖത്ത് പറ്റിപ്പിടിക്കുന്നതുമായ മണ്ണാണ് മുസ്തഅമൽ, മറ്റൊന്നും മുസ്തഅമലാവൂല. മനസ്സിലായില്ലേ? അങ്ങനെ മുസ്തഅമലല്ലാതിരിക്കുക. പിന്നെ
പത്തിരിപ്പൊടി, ഗോതമ്പപ്പൊടി, ഈർച്ചപ്പൊടി, ചുണ്ണാമ്പ് പൊടി തുടങ്ങിയ മറ്റു പൊടികൾ മണ്ണുമായി കലരാൻ പാടില്ല. കാരണം അതിങ്ങനെ പോകലുള്ളൂ. അപ്പൊ കുറച്ച് ഭാഗം മണ്ണായി വരും, ബാക്കിയുള്ളവർക്ക് പത്തിരിപ്പൊടിയായി വരും, വേറെയുള്ളവർക്ക് ചോറിന്റെ പൊടിയാണ് വരും. അപ്പൊ എല്ലായിടത്തും മണ്ണ് എത്തുക എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോ ഈ മണ്ണിൽ മറ്റു വസ്തുക്കൾ കൂടിക്കലർന്നതാവാൻ പാടില്ല. പിന്നെ വയഖ്സുദ ബിൻ നഖ്ലി, ഈ മണ്ണിനെ ഇവന്റെ ഉദ്ദേശപൂർവ്വം നീക്കണം. ഉദ്ദേശപൂർവ്വം നീക്കണം എന്ന് പറഞ്ഞാല് ഇവനിങ്ങനെ ഒരു വഴിക്ക് പോവുക, പോകുമ്പോ ഇങ്ങോട്ട് പൊടിക്കാറ്റടിച്ചു. അപ്പൊ പള്ളിയേക്ക് പോവുക, പോണ വഴിക്കല തേമം ചെയ്യും വേണം. പൊടിക്കാറ്റടിച്ചു, അടിച്ചവന്റെ മുഖത്തും കയ്യിലും ഒക്കെ പാടങ്ങട്ട് മണ്ണ് മാറിയുന്നു. ഏതായാലും തേമം ചെയ്യണം. എന്നാ പിന്നെ ആ മുഖത്ത് വന്ന് വീണ മണ്ണുകൊണ്ടാണ് മോന്തടങ്ങുക, കയ്യുമൽ വന്ന മണ്ണുകൊണ്ടാണ് കൈ അറിയുക എന്ന് പറഞ്ഞാൽ പറ്റൂല. അതേ സമയത്ത് ഇവനൊരു മടിയന, മണ്ണ് എടുത്തുകൊണ്ടോന്ന് അടിക്കാറൊന്നും കഴിയൂല. പുറത്തടാ നല്ല കൊടിക്കാറ്റടിക്കുന്നുണ്ട്, എന്നാ ഞാനൊന്ന് തേമം ചെയ്താട്ടോ എന്ന് പറഞ്ഞിട്ട് വാതിലോർന്ന് പുറത്തേക്ക് കൊണ്ട് ഇറങ്ങി നിന്ന്. അപ്പം തേമം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവ പുറത്തേക്ക് ഇറങ്ങി നിന്നത്. അപ്പം വന്നിട്ട് കാറ്റ് മൊത്തം വീണ ഇവ തടയാൻ മതി, കാരണം അവിടെ കസ്തുണ്ട്. മനസ്സിലായില്ലേ? അല്ലാതെ ബന്ന് വീണ മണ്ണുമല അന്നാ കിടക്കട്ടെ തേമം എന്ന് വെച്ചാൽ പറ്റൂല എന്നർത്ഥം. കസ്ത്, അവന്റെ കസ്ത് വേണം. തൈമമോ സായിദൻ ത്വയ്യിബ എന്നതിന് ഉഖ്സുദുഹു ബിൻ നഖ്ലി എന്നാണ് മുഫസ്സിരീങ്ങൾ അർത്ഥം കൊടുത്തത്. പിന്നെ വയംസഹ വജ്ഹഹു വയദൈഹി ബിനഖലത്തൈനീൻ എന്ന് പറഞ്ഞാൽ മുഖവും കയ്യും തടയൽ ഫർളാണ്. അത് 2 അടി കൊണ്ടായിരിക്കണം എന്നതാണ് മറ്റൊരു ഷർത്ത്. ഒറ്റയടി അടിച്ചിട്ട് അതിന്റെ പൗതി ഭാഗം കൊണ്ട് മുഖം മുഴുവനായി തടങ്ങി ബാക്കി പൗതി ഭാഗം കൊണ്ട് 2 കയ്യും തടയാ പോരാ. ഒരു പ്രാവശ്യം മണ്ണിനെ നക്കൽ ചെയ്തിട്ട് മുഖം തടയണം, പിന്നീട് ഒരു പ്രാവശ്യം നക്കൽ ചെയ്തിട്ടാണ് കൈ തടയേണ്ടത്. രണ്ടും കൂടി ഒന്നിലൊരുമിച്ച് കൂട്ടിയാൽ പോരാന്നർത്ഥം. പിന്നെ വയസീല നജാസത്ത് അവലൻ, ശരീരത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ അഫൂ ചെയ്യപ്പെടാത്ത നജസ് ഉണ്ടെങ്കിൽ അത് തേമം ചെയ്യുന്നതിന് മുമ്പ് നീക്കിയിരിക്കണം. കാരണം ഈ തേമം ചെയ്താൽ പിന്നെ നിസ്കാരത്തിന് വേറെ തടസ്സം ഉണ്ടാകരുത്, അതാണ് അതിന്റെ കണക്ക്. അപ്പോ ശരീരത്തിലോ വസ്ത്രത്തിലോ അഫൂ ചെയ്യപ്പെടാത്ത നജസ് ഉണ്ടെങ്കിൽ തേമം ചെയ്ത് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആദ്യം ആ നജസ് നീക്കിയതിന് ശേഷമായിരിക്കണം തേമം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കിബില അറിയാത്ത ഏതോ ഒരു യാത്രയിലോ മറ്റോ ചെന്നപ്പെട്ട സ്ഥലത്ത് കിബില എവിടെ അറിയില്ല. എന്നാ ആദ്യം തേമം ചെയ്യുന്നതിന് മുമ്പ് കിബില ഇജ്തിഹാദ് ചെയ്ത് കണ്ടുപിടിക്കണം. തേമം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിബിലക്ക് ഇജ്തിഹാദ് ചെയ്തെടുക്കാൻ പറ്റൂല. ആദ്യം കിബില കണ്ടുപിടിച്ച് നജസ് ഉണ്ടെങ്കിൽ ആ നജസയൊക്കെ നീക്കി അതിന് ശേഷം വേണം തേമം ചെയ്യാൻ. പിന്നെ വക്തി, സമയം പ്രവേശിച്ചതിന് ശേഷം ആയിരിക്കണം തേമം ചെയ്യുന്നത്. ദൂറ് ആകുന്നതിന് മുമ്പ് തേമം ചെയ്ത് കാത്തു തരണാൻ പറ്റൂല. ജുമാക്കാണെങ്കിൽ ജുമാന്റെ ബാങ്ക് വിളിച്ച് 2ാം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എന്താക്കാൻ പറ്റൂല, തേമം ചെയ്തെടുക്കാൻ പറ്റൂല, മുൻകൂർ ചെയ്തെടുക്കാൻ പറ്റൂല. വക്ത് കടന്നതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഓരോ ഫർളായിനായ നിസ്കാരത്തിനും വേറെ വേറെ തേമം ചെയ്യണം. ഇത്രയും 10 ഷർത്തുകളാണ് പറഞ്ഞത്. ഏതാണ്ട് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ഈ എണ്ണം എണ്ണീറ്റില്ലാന്നുള്ളൂ. ഇനി അമ്മൽ അർക്കാൻ വർബാത്തും നിയ്യത്ത് ഇസ്തിബാഅത്ത് മുഫ്തഖിരിനെ തൈമമി, തൈമത്തിലേക്ക് ആവശ്യമാവുന്ന കാര്യം ഹലാലാക്കുന്നു എന്ന് എഴുതാം. സ്വലാത്ത് നിസ്കാരത്തെ ഹലാലാക്കുന്നുവെന്നോ തവാഫിനെ ഹലാലാക്കുന്നുവെന്നോ വമസ്സു മുസാഫിൻ, മുസാഫിനെ തൊടൽ ഹലാലാക്കുന്നു പോലെയുള്ള നിയ്യത്ത് വണമലാക്കി നിയ്യത്ത് റഫ്അൽ ഹദസി, അശുദ്ധി ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ പറ്റൂല എന്ന് പറയാൻ കാരണം ലിഅന്ന തൈമമ ലാ യർഫഉഹു, തൈമം കൊണ്ട് അശുദ്ധി ഉയരുന്നില്ല. വലാ നിയ്യത്തു ഫർളി തൈമമി, തൈമമിന്റെ ഫർളിനെ വീട്ടുന്നു എന്ന് കരുതിയാലും പറ്റൂല. കാലഭാഗവും മാലും മാലം ആയിക്കോട്ടെ. വമസ്ഹു വജ്ഹിഹി, മുഖം മുഴുവനായി തടയുക. വമസ്ഹു യദൈഹി, 2 കൈ മുട്ട് ഉൾപ്പെടെ പൂർണ്ണമായി തടയുക. തെർത്തീബ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ നിയ്യത്തോടുകൂടി മുന്നേ അടിച്ചെടുക്കുക, മുഖം തടയുക, കൈ 2ഉം തടയുക എന്ന തെർത്തീബ് പാലിക്കുക. അമ്മാമുത്തലാത്ത പോലും മാമത്തലും അതിന് പറയേണ്ട ആവശ്യമില്ല. വുളു മുറിയുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ നിയമം ബാത്തിലാവും. അതിന് അവിടെ പറയും ഇൻഷാ അല്ലാഹ്. അതിന്റെ പുറമെ വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തേമം ചെയ്യുകയാണെങ്കിൽ വെള്ളം ഉണ്ട് എന്ന് ഉള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം ഉണ്ട് എന്ന തോന്നൽ കൊണ്ട് തന്നെ നിസ്കാരം ബാത്തിലാവും, അല്ല തേമം ബാത്തിലാവും. മതി. ഇനി തേമത്തിനെ പറ്റി കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളവർക്ക് ചോദിക്കാവുന്നതാണ് എന്നുണർത്തി
ഇന്നിപ്പോ ആദ്യം തന്നെ തയമ്മം മാത്രമേ പറയാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അത് കുറച്ചായിരുന്നു, മുഴുവൻ വിശദീകരണത്തോടു കൂടി ആയിട്ടില്ല. അറിയാം, ബാക്കിയുള്ളത് വിശാലമായിട്ടും വിശദമായിട്ടും നമ്മൾ മുമ്പ് ഹുലാസോരിയപ്പം പറഞ്ഞതാ. ഇനി എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് മൈക്കെടുത്ത് ചോദിക്കാവുന്നതും ആണ്. ഇനി ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് വുളു മുറിയുന്ന കാര്യങ്ങൾ ആണ് പറയാനുള്ളത്. അത് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളത്തേക്ക് മാറ്റിവെക്കുന്നു. നാളത്തെ ക്ലാസ്സിൽ ആ ഭാഗം പറയാ. ഇന്നിനി തയമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് മുൻഗണന, അല്ലാത്തവർക്കും സ്വാഗതം. പക്ഷെ ആദ്യം തന്നെ മൈക്കെടുത്ത് വരുന്നവർ തന്നെ ഇതുമായിട്ട് യാതൊരു അതിനാമുനാസബത്തും ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് വിളിച്ച് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അവർക്കും ചോദിക്കാം. തുടക്കത്തിൽ ദർസ് കേട്ട ആളുകൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തയമ്മവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ പഠിക്കേണ്ട ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ മുൻഗണന ഉണ്ട്. പിന്നീട് മറ്റുള്ള ആളുകൾക്കും വരാവുന്നതാണ് എന്ന് ഉണർത്തി ചോദ്യകർത്താക്കളിലേക്ക് മൈക്ക് കൈമാറുകയാണ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.